ഹായ് ഡിയേഴ്സ്, ഉപ്പുമുളകും ലൈറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത 4 പിള്ളേർ. അതിൽ മൂത്ത 2 കുഞ്ഞുങ്ങൾ 21, 22 വയസ്സായ വിവാഹിതകളായ മക്കളാണ്. താഴെയുള്ള കുട്ടികൾ അതിനേക്കാളും ഡിഫറൻസ് ഉള്ള ചെറിയ 6-7 വയസ്സുള്ള കുട്ടികൾ. ഇതന്നെയാണ് ഇവരെ ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ ഇടയിൽ പ്രിയങ്കരമാക്കി മാറ്റിയതും വളരെ അപൂർവതയാണ്. മൂത്ത 2 പെൺകുട്ടികൾ, അതിൻ്റെ താഴെ തീരെ ചെറിയ 2 കുഞ്ഞുങ്ങൾ. ഇവരുടെ ഫാമിലി ആ ഒരു കൗതുകം കൊണ്ടാണ് എല്ലാവരും വീക്ഷിക്കാൻ തുടങ്ങിയത്. മാത്രമല്ല ഇവരുടെ ഫാമിലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആഘോഷങ്ങളും എല്ലാ കാര്യങ്ങളും കളർഫുള്ളായിട്ട് ഇവരുടെ ഓരോ ഫോട്ടോകൾ കണ്ടാൽ തന്നെ നമുക്കറിയാം അവിടെ വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന ഫാമിലിയാണ്. അതിൻ്റെ പ്രധാന കാരണം ഈ അമ്മയും മക്കളും ഉള്ളതൊക്കെ ഈ യൂട്യൂബ് എന്നുള്ള ആ മീഡിയയിൽ വന്ന് വിളമ്പും. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവർ സ്വയം കണ്ടന്റ് ആക്കിയിട്ട് തന്നെ വരികയാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ആ അമ്മയുടെ മൂത്ത 2 പെൺകുട്ടികൾ, അത് പ്രധാനമായിട്ട് പറയേണ്ട കാര്യം അവരുടേതായിട്ടുള്ള സ്വന്തം ജീവിതം കണ്ടെത്തി ഇറങ്ങിപ്പോയ 2 കുട്ടികളാണ്. ഓടിപ്പോയി എന്നുള്ള വാക്കുകൊണ്ടൊന്നും നമ്മളതിനെ ഡിഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. 2 പെൺകുട്ടികളും 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഇഷ്ടമുള്ള യുവാക്കളുടെ കൂടെ ഇറങ്ങി പോകുന്നു, വളരെ സന്തോഷപൂർവ്വം ജീവിക്കുന്നു. അവരും നല്ല ഫാമിലിയിലെ ആളുകളാണ്. അപ്പോൾ ഈ 2 പെൺകുട്ടികളും സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം നയിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ മൂത്ത മകൾക്കൊരു കുട്ടി ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മകൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അതിൻ്റെ ഇടയിൽ മൂത്ത മകളും പ്രഗ്നൻ്റായി. അപ്പോൾ മൂത്ത മകളുടെ രണ്ടാമത്തെ പ്രഗ്നൻസി, രണ്ടാമത്തെ കുട്ടിയുടെ ആദ്യത്തെ പ്രഗ്നൻസി. സ്വാഭാവികമായിട്ട് അമ്മ ആർക്കായിരിക്കും കുറച്ചും കൂടി ഒരു മുൻഗണന കൊടുക്കുക? രണ്ടാമത്തെ മകളുടെ ആദ്യത്തെ പ്രഗ്നൻസിക്ക് തന്നെയാണ്. എന്തായാലും മൂത്ത മകള് എക്സ്പീരിയൻസ്ഡാണ്, ഒരു കുട്ടിയുള്ളതാണ്. അപ്പോൾ ഒരു 1-2 മാസം അവൾക്ക് ഇങ്ങനെ ഗർഭമായി. അതിൻ്റെ ഇടയിൽ അത് അലസിപ്പോകുന്നു, അല്ലെങ്കിൽ അബോർഷനായി പോകുന്നു. ആ കുട്ടി അത് വന്ന് പറയുന്നു, നിങ്ങളോട് എനിക്കത് പറയണം, കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതാണല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ എനിക്കിത് എങ്ങനെ അബോർഷനായി, ആ കുട്ടിയുടെ ഡിപ്രഷൻ മോഡുകളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾക്ക് ആ കുട്ടിയുടെ വേർഷൻ ഒന്ന് കേൾക്കാം. ഓക്കെ ആയിരിക്കും, റെഡി ആവുമെന്ന് നേരത്തെ കൂടി അത് തീർന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് നല്ല സന്തോഷത്തോടെ ആയിരുന്നു 2-3 ആഴ്ച മുന്നേ പറഞ്ഞത് നമ്മുടെ ഫാമിലിക്ക് പുതിയ ആൾ വരാൻ പോവാന്ന്. പക്ഷേ അതങ്ങനെ പോയി. സത്യം ഞാൻ ഇപ്പോൾ ഓക്കെ അല്ല, എൻ്റെ മൈൻഡോട് ഞാൻ അത്ര ഓക്കെ അല്ല. നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടിയതൊന്നായിരുന്നില്ല, പ്രത്യേകിച്ച് അത് കിട്ടിയതായിരുന്നെങ്കിലും. ഇതിൽ ആ കുട്ടി പറയണത്, ആ കുട്ടിയുടെ പ്രഗ്നൻസി നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ, ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് പോയി. പിന്നെ ആ കുട്ടി പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാതെ അവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു പ്രഗ്നൻസിയാണ്, അവരൊട്ടും ആഗ്രഹിച്ച് കിട്ടിയതല്ല എന്നുള്ളൊരു വാക്ക് തന്നെ ആ കുട്ടി പറയുന്നുണ്ട്. ഇനി ഫർദറായിട്ട് ആ കുട്ടി എന്താ പറയുന്നത്? വിഷമമാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ വീട്ടിലേക്ക് പോലും ഞാൻ അതിനെ വിളിക്കാറില്ല. അമ്മേൻ്റെ എപ്പോഴെങ്കിലും വിളിക്കും, അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ഒരു വട്ടമൊക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കും. അവരും അവർ തിരക്കിലേക്കാൻ അവർ വിളിക്കാറില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് എപ്പോഴെങ്കിലും ഒരു വട്ടമൊക്കെ വിളിക്കും. വിശേഷം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും വെക്കും എന്നല്ലാതെ ആളോട് ഇനിയിപ്പോൾ ഏട്ടനും കാത്തും എൻ്റെ പൊന്നു കുട്ടികളെ, ഇതിൽ ആ കുട്ടി പറയണത്, ആ കുട്ടി വീട്ടിലേക്ക് വിളിക്കാറില്ല. ഏതായാലും 1 മാസമായാൽ പോലും ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പോകുമ്പോൾ ആ അമ്മയ്ക്ക് ഉണ്ടാവണം മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ. പ്രത്യേകിച്ച് അമ്മ തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വല്ലപ്പോഴും സൗഹൃദ സംഭാഷണം പോലെ കുറച്ച് നേരം വിളിക്കും, പിന്നെ അതങ്ങ് കട്ടാക്കും. എനിക്ക് എൻ്റെ ഭർത്താവും കുഞ്ഞും കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിളിക്കുന്നത് അമ്മയാണെന്ന് ആ കുട്ടി പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കണ്ടതിൽ മകള് അബോർഷനായി. ഉടനെ അതിൻ്റെ ഇടയിൽ കമൻറ്റുകൾ, അമ്മയാണ് ഇതിന് കാരണം, അമ്മയാണ് ഇതിന് വഴി തെളിയിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി കുറച്ച് വാക്കുകൾ പറയാനുണ്ട്. ഈ അമ്മ ഒരു 42 വയസ്സ് മാത്രമുള്ളൊരു സ്ത്രീയാണ്. എന്നിട്ടും അവരുടെ ആരോഗ്യത്തിനെ പറ്റി അവർ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവർക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നോൺ ക്യാൻസറസ് ആയിട്ടുള്ളൊരു ട്യൂമർ അവരുടെ ബ്രസ്റ്റിൽ കാണുകയും ആ നോൺ ക്യാൻസറസ് ട്യൂമർ ആയതുകൊണ്ട് തന്നെ അത് ബ്രസ്റ്റിനെ ബാധിക്കാത്ത രീതിയിൽ ഇല്ലാതെയാക്കാനും അത് ആ ബ്രസ്റ്റിൽ നിന്ന് കളയാനും ഒക്കെ അവർ ഒരുപാട് സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള മരുന്നുകൾ കഴിച്ചു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അവർക്ക് കരളിന് പിന്നെ ഷുഗർ അങ്ങനെയുള്ള സൈഡായിട്ട് ഒരുപാട് അസുഖങ്ങളുണ്ട്. ഒരു താത്ത ഇരുന്ന ഒരു വീഡിയോയിൽ പറയാനായിട്ടു 42 വയസ്സെന്ന് പറയുമ്പോഴേക്കും അവർ വയസ്സായി എന്ന് പറയണു. ഇവർക്ക് എത്ര വയസ്സാവും? വയസ്സും ആരോഗ്യവും ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. 42 വയസ്സായ ഒരു സ്ത്രീ പൂർണ്ണ ആരോഗ്യവതിയാണെങ്കിൽ മാത്രമാണ് അവർ ആ 42 വയസ്സിൽ വളരെ യങ്ങായിട്ടും വൈബ്രൻ്റായിട്ടും ഇരിക്കുള്ളൂ. അതർവൈസ് അവർക്ക് ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഇങ്ങനെയുള്ള സ്റ്റിറോയിഡ് കഴിച്ച മരുന്നിൻ്റെ പാർശ്വഫലമായിട്ടുള്ള കരൾ വീക്കുണ്ട്.
അങ്ങനെ ഒരുപാട് ക്രിട്ടിക്കലായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോഴും അവർ എടുത്തുകൊണ്ടിരിക്കുന്ന ഗുളികയുടെ എണ്ണം ഇന്നലെ അവർ പറഞ്ഞു 10-12 ഗുളികയാണ്. അപ്പോൾ ഇത് ദിവസം വിഴുങ്ങി മാത്രമല്ല, ഇവരുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം 2 തീരെ ചെറിയ കുഞ്ഞുങ്ങളുണ്ടെന്ന്, ഒരു 6-7 വയസ്സായ കുട്ടികൾ. ആ കുട്ടികളുടെ ഭാവി 1-3 ആയിട്ടില്ല. ഈ മൂത്ത 2 മക്കൾ പ്രഗ്നൻ്റ് ആവണോ, അവർക്ക് ഇനി കുട്ടികളുണ്ടാവും, അവരുടെ പ്രാരാബ്ദം. അതിൻ്റെ ഇടയിൽ അവർ ഈ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും സംഭവിച്ചാൽ തീരെ ചെറിയ കുഞ്ഞുങ്ങളെ നോക്കാനോ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ പറ്റുമോ? അപ്പോൾ ഏറ്റവും പ്രധാനം എന്താ, ഈ അമ്മയും അച്ഛനും എത്രയും പെട്ടെന്ന് അവരുടെ ഈ നിലവിലുള്ള ആരോഗ്യവും ശരീരാവസ്ഥയും പരിഗണിച്ച് ഏതെങ്കിലും ഒരു തൊഴിൽ തുടങ്ങുന്നു. ആ തൊഴിലിൽ അപ്പോൾ ഈ ഡേറ്റ് അവരൊരു തുണിക്കട തുടങ്ങുകയാണ്. കാരണം എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പണിയില്ലല്ലോ, നിങ്ങൾ പോയി പണിയെടുക്കുക. ഏകദേശം ഒരു 50+ ആയിട്ടുള്ള അച്ഛനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഗൾഫിൽ ഒരുപാട് വർഷക്കാലം പണിത ആളാണ്. പിന്നെ അയാൾക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡ്രൈവറായി പൊക്കൂടെ എന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെറുപ്പകാലത്ത് വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡ്രൈവറായി പോയിട്ട് നാളൊരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആ മനുഷ്യന് ഭയങ്കര ദൗർബല്യമാണ്, തീരെ ചെറിയ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ 2 കുഞ്ഞുങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾ എന്നുള്ള ഒരു ആകുലത, അതുപോലെ തന്നെ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇത്ര അധികം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ആ നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോഴും പെട്ടെന്ന് ആ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കുറച്ച് പൈസ അവരുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യുകയെ അല്ലെങ്കിൽ അവരുടെ പേരിൽ എന്തെങ്കിലും വാങ്ങിയിടുക. അപ്പോൾ അതിനൊക്കെ ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ അച്ഛനും അമ്മയൊക്കെ വളരെ നിസ്സഹായരാണെന്ന്. അവർ ബിസിനസ് തുടങ്ങുന്നത് ബജാജ് ലോൺ എടുത്തിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിലുണ്ടായ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ ജീവിക്കുകയാണ്. ഒരുവിധം പ്രായമായ 2 മക്കൾ അവരുടെ ഇഷ്ടം പോലെ ജീവിതം അവരുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുത്ത് പോയ ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസവം ഇതൊക്കെ അവരുടെ ഡ്യൂട്ടിയാണ്. ഇനി എന്തെങ്കിലും 1-2 മാസം ഗർഭിണിയായി അബോർഷനായി, അത് ഈ അമ്മയ്ക്ക് ഈ ബിസിനസ് തുടങ്ങുന്നു, ഈ 2 കുട്ടികളെ നോക്കണം, രണ്ടാമത്തെ മകളുടെ കഞ്ഞി പ്രഗ്നൻസിയാണ്, അതിൻ്റെ ആ ഒരു ഛർദിയും അതൊക്കെ അവരെയും കീപ്പ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ മൂത്ത മകൾ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചൊക്കെ ഒന്ന് വിട്ടുകൊടുക്കാൻ പറ്റിയ ഈ മൂത്ത മകളുടെ കാര്യത്തിലാണ്. അതിനാണ് ആളുകൾ വന്നിട്ട് ഇങ്ങനെ പുറകിൽ പിന്നെ ഈ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്ലൗഡ് കിച്ചൺ തുടങ്ങിക്കൂടെ. അപ്പോൾ അവരൊരു ബിസിനസ് കണ്ടെത്തിയത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ ഇടയിൽ നിർഭാഗ്യവശാൽ അവരുടെ മൂത്ത മകൾക്ക് അബോർഷൻ ചെയ്യുക, അത് അവരുടെ പേരിലുള്ള വലിയൊരു കുറ്റമായിട്ടാണ് ആളുകൾ ആരോപിക്കുന്നത് കേട്ടോ. നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവർ പറയുന്നത് കേൾക്കാം. 60 സ്പീഡിലൊക്കെ അച്ഛൻ പറഞ്ഞത് ഒതുക്കിയാണ്. അച്ഛന് പേടി കൂടുതലാണ്. അച്ഛന് പേടി ആദ്യത്തെ പേടിയല്ല, അച്ഛന് കുടിക്കുന്നതിന് ശേഷം ഭയങ്കര ടെൻഷനാണ്. അതെന്നോടല്ല, അച്ഛനായിട്ട് പലരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വണ്ടി സ്പീഡിൽ എന്തെങ്കിലും വന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ആ ഒരു ചിന്തയിലാണ് അതിൻ്റെ ടെൻഷൻ. അപ്പോൾ വരാതെ വഴി തങ്ങതൊന്നുമല്ല. അപ്പോൾ വണ്ടി ഓടിക്കാൻ പോയാലും കിട്ടുന്നത് ഒരു 15,000 അപ്പുറം കിട്ടില്ല. ഇപ്പോൾ 15,000 കിട്ടുള്ളൂ. നമ്മുടെ വീട്ടിൽ മുന്നോട്ട് കയറണോ പറഞ്ഞു. പിന്നെ ക്ലൗഡ് കിച്ചണോ എന്തോ കിച്ചണൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞു എത്രയോ വീഡിയോയിൽ ഞാൻ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസുകൾ പറഞ്ഞിട്ടുണ്ട്. എത്രയോ ആൾക്കാർക്ക് അറിയാം എൻ്റെ ശരീരത്തിന് ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഞാൻ ഇങ്ങനെ നടക്കണത് ഞാൻ മണിക്കൂർ സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് കുണിക്കുന്നുള്ള 2 പേരും അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ പണ്ടൊക്കെ. അപ്പോൾ കേട്ടല്ലോ, അവർ 2 കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്ന്, അച്ഛനും അമ്മയ്ക്കും ക്ലൗഡ് കിച്ചൺ തുടങ്ങി അച്ഛനും ഡ്രൈവിങ്ങും പഠിച്ചുകൂടെ എന്നുള്ളതിൻ്റെ മറുപടി അവർ പറഞ്ഞു, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞു. രണ്ടാമതായിട്ട് ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ ഒരുപാട് അസുഖങ്ങൾക്ക് അവരെ എന്തുകൊണ്ടാണ് ഈ 42 വയസ്സിലും ആരോ പറയാനായിട്ടു 42 വയസ്സല്ലേ ആയിട്ടുള്ളൂ, ഇവർക്ക് ഓടി നടന്നെല്ലാം ചെയ്തുകൂടെ, മൂത്ത മകളുടെ പ്രസവം എടുത്തുകൂടെ, രണ്ടാമത്തെ മകളുടെ അങ്ങനെ ചെയ്തുകൂടെ. ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും പക്വതയാർന്ന് 18 വയസ്സ് കഴിഞ്ഞ 2 പെൺകുട്ടികളെ ഓരോരുത്തരുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു. പിന്നെ അവരുടെ പിന്നാലെ നടന്നിട്ട് അവർക്ക് പ്രസവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അബോർഷനായി അവർക്ക് ശുശ്രൂഷിക്കണോ എന്ന് നോക്കുന്നതിനേക്കാൾ പ്രയോറിറ്റി അവരുടെ കൺമുമ്പിലുള്ള 2 തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. ഇനി ആ മൂത്ത മക്കൾ അവരുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയപ്പോഴും ഒരുപാട് പഴി കേട്ടതാണ്. ഈ അച്ഛനും അമ്മയുടെയും കുറ്റം കൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങിപ്പോയി എന്നുള്ള രീതിയിലൊക്കെ അന്നും ഇവർ ഒരുപാട് പഴി കേട്ടു. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ചില ഫോൾട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാ കാര്യവും യൂട്യൂബിൽ വന്ന് തല്ലി വെളുപ്പിക്കുന്നവരാണ്. രണ്ടാമതായിട്ട് ഇപ്പോൾ മക്കൾക്കെതിരെ അന്നൊക്കെ ഓരോരുത്തരും ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാവുന്ന അലിഗേഷൻസൊക്കെ അവർ യൂട്യൂബിൽ വന്ന് പറഞ്ഞു. അതിൻ്റെ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ഞാനടക്കം എല്ലാവരും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും അവരുടെ മുൻപിൽ ഇപ്പോൾ ഏറ്റവും അധികം മുൻഗണന കൊടുക്കുന്നത് അവരുടെ ആ 2 കുഞ്ഞുങ്ങൾക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ആർക്കെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കുട്ടികളുടെ അവസ്ഥ ഇത് ഏത് പേരൻസും
ചെയ്യണതല്ലേ. അതിൻ്റെ ഇടയിൽ പിന്നെ പൊന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അബോഷനായ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കൈത്തൊഴിലുണ്ട്. അവരൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അതും അടിപൊളിയായിട്ട്. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന തൊഴിൽ അവരുടെ ഹസ്ബൻഡും കൂടി ചെയ്യുന്നു. അവർ കുഞ്ഞിനെ വളർത്തുന്നു. അവർ വാടകയ്ക്കാണ് ഇരിക്കുന്നത്. ഇനി അവർക്ക് അവരുടേതായിട്ടുള്ളൊരു കുടുംബം ഫോം ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗർഭം, പ്രസവം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു മധ്യവയസ്കയായ അമ്മയെ അതിന് പ്രതീക്ഷിച്ച് 40+ ആയ അവർ, തീരെ 2 കുഞ്ഞുങ്ങൾ, ചെറിയ കുട്ടികളുള്ള അവർ, ആ കുട്ടികളുടെ കാര്യം, അവരുടെ വിദ്യാഭ്യാസം, ഇനി അവരുടെ ഭാവി, പഠിപ്പിനുള്ള പൈസ, അവർക്ക് നാളെ ഒരു വിവാഹത്തിന് വേണ്ട പൈസ, ഇതൊക്കെ ഒന്നിന്ന് തുടങ്ങി പിച്ച വെച്ച് തുടങ്ങാൻ പോകുമ്പോൾ, അല്ല നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്നെ പ്രസവിച്ചത് നോക്ക്, ഈ മൂത്ത മകളെ അബോഷനായത് നോക്ക്, അവർക്ക് വലിയൊരു ജീവിതം. അവരിങ്ങനെ ഈ പ്രായത്തിൽ ഈ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുമോ അതോ ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടുമോ? ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു കേരള കൾച്ചറിൽ ഒരു 50+ ആയി കഴിഞ്ഞാൽ അച്ഛൻ ഏകദേശം വല്ല വയ്യായൊക്കെ വന്ന് അച്ഛൻ വയ്യാതെയാവും. അതിൻ്റെ മീതെ പിന്നെ അമ്മയാണ് കുറച്ചും കൂടി യങ് ആയിട്ടിരിക്കുക. അപ്പോൾ ഈ മക്കൾക്ക് ഉണ്ടാവുന്ന കുട്ടികൾ, അത് മകനായ മകൻ്റെ കുട്ടീനെ നോക്കണം, മകളായ അവളുടെ പ്രസവം അവളുടെ കുട്ടീനെ നോക്കൽ, ഈ കുട്ടികളെ നഴ്സറിയിൽ കൊണ്ടാക്കൽ. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഈ കുട്ടികളെ നഴ്സറിയിൽ കൊണ്ടാക്കാൻ പോകണം, അച്ഛമ്മയായാലും അമ്മൂമ്മയായാലും, അവരെ തിരിച്ചു കൊണ്ടുവരണം. ഇതൊക്കെ ഒരു ഫിക്സഡ് ഡ്യൂട്ടി പോലെയാണ്. ഇവരുടേതായിട്ടുള്ള ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്താനോ, ഈ 60+ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്ന് സ്വന്തമായിട്ട് തിരുവാതിരക്കളി, അങ്ങനെയൊക്കെ അവരുടേതായിട്ടുള്ള കുറേ സ്വപ്നങ്ങളുണ്ടാവും. ഒന്ന് പാർക്കിലേക്ക് പോകണം, കടൽ കാണണം, ഇതിനൊന്നുമില്ല. കാരണം ഈ മകനും മകളും അല്ലെങ്കിൽ മരുമകളും ജോലിക്ക് പോകുമ്പോൾ ഈ കുട്ടികളെ മൊത്തം നോക്കി ഉണ്ടാക്കുന്നത് ഈ അമ്മമാരാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് എവിടെ ജീവിക്കാൻ സമയം? 50 വയസ്സ് വരെ അല്ലെങ്കിൽ 60 വയസ്സ് വരെ ഒരു ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും ചീത്തയും തെറി അടി ഒക്കെ കൊണ്ടിട്ട് പിന്നെയാണ് ഇനി പേരക്കുട്ടികൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. അപ്പോൾ പിന്നെ മകനും മകൻ്റെ ഭാര്യയാണെങ്കിൽ അവരുടെ നിന്ന് ചീത്ത കേൾക്കണം, അവരുടെ കുട്ടികളെ നോക്കണം, അതിൻ്റെ ഇടയിൽ ആ കുഞ്ഞുങ്ങൾ വീണ് കഴിഞ്ഞാലുള്ള പഴി കേൾക്കണം. അങ്ങനെയുള്ള എന്നും ഈ ചെണ്ട കൊട്ടണ പോലെ അവരെ ഇട്ട് കൊട്ടാൻ പറ്റുമോ? ആ അച്ഛനും അമ്മയ്ക്ക് ജീവിക്കണ്ടേ? അവർക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ല, 42 വയസ്സ്. അതിൻ്റെ താഴെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഇനി അവരുടെ കാര്യം നോക്കട്ടെ. എന്തുകൊണ്ട് പൊന്നുവിൻ്റെ ഇതുണ്ടായപ്പോൾ, അബോർഷൻ ഉണ്ടായപ്പോൾ നിങ്ങൾ അവിടെ ചെന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തില്ല? ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് എന്താ അധികാരം? അതൊക്കെ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ലേ. ആ 2 കുട്ടികൾ ആര് നോക്കും? നിങ്ങൾ നോക്കുമോ? എന്നിട്ട് വെറുതെ ആ സ്ത്രീനെ ഇട്ടിട്ട് അവർ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ഒരു പിടി ഗുളികകളുമായിട്ടാണ് കഴിയണത്. ആ കുഞ്ഞുങ്ങൾക്ക് തണലായിട്ട് അവർ ജീവനോടെ 2 പേരും നന്നായിരിക്കണം എന്നല്ലേ അവരുടെ ആഗ്രഹം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരൊരു ബിസിനസ് തുടങ്ങണു, ആ കുട്ടികളെ നോക്കുന്നു. അപ്പോൾ 2 കുട്ടികളും നോക്കേണ്ട കുട്ടികളാണ്. അവരൊക്കെ ഇവരുടെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മൂത്ത 2 പെൺപിള്ളേർ പറഞ്ഞാൽ അവരവരുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയി അവരോരോ കുടുംബമായിട്ട് ജീവിക്കുന്നു. അവർക്ക് എല്ലാ വിവരമുണ്ട്. അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ വരുമാനമുണ്ട്, പ്ലസ് കൈത്തൊഴിലുണ്ട് മൂത്ത മകൾക്ക്. ഇത്രയുമുള്ള ആളേനെ ഈ അമ്മ നിന്ന്, ഈ വയ്യാത്ത അമ്മ ഈ 2 കുഞ്ഞുങ്ങളെയും വിട്ടുപോയി ശുശ്രൂഷിച്ചില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. കഷ്ടമാണ്.